നമ്മുടെയൊക്കെ വീട്ടിൽ വ്യത്യസ്തങ്ങളായ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാവൂലേ? ഫോർ എക്സാമ്പിൾ ടി വി ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, വേറെ എന്താ ഉണ്ടാവുക? ഫാൻ ഉണ്ടാവും, ബൾബുകൾ ഉണ്ടാവും, ട്യൂബുകൾ ഉണ്ടാവും, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാഷിംഗ് മെഷീൻ ഉണ്ടാവും, പലതും വീട്ടിലുണ്ടല്ലോ, ശരിയല്ലേ? നല്ല വില കൊടുത്ത് വാങ്ങിയതായിരിക്കും അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ കാണാത്ത ഒന്നുണ്ട്, കറണ്ട് അല്ലേ, ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രിസിറ്റി നമ്മൾ കാണൂല, പക്ഷേ ഇതൊക്കെ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് അതിനുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് ഒന്ന് കുറഞ്ഞു എന്ന് വിചാരിക്കുക, ഇതൊക്കെ എന്താ പ്രവർത്തിക്കുമോ? എത്ര പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ അതൊന്നും പ്രവർത്തിക്കൂല, ശരിയല്ലേ? ഇനി വോൾട്ടേജ് വല്ലാതെ കൂടിയെന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? ഇതൊക്കെ കംപ്ലൈൻ്റ് ആവും, ശരിയല്ലേ? ഇതുപോലെ നമ്മുടെ മനസ്സ് എങ്ങനെയുണ്ടോ അതുപോലെ ഇരിക്കും നമ്മുടെ ജീവിതം. നമ്മുടെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ ജീവിതം നന്നാവും, മനസ്സ് മോശമായാൽ ജീവിതം മോശമാകും, അല്ലേ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളുടെ ഒക്കെ ശരീരത്തിലെ ഒരവയവമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ ശരീര അവയവം നന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മൊത്തം നന്നാകും. വൈദാ ഫസദത്, അതും മോശമായാലോ ശരീരം മൊത്തം മോശമാകും. അലാ വഹിയൽ ഖൽബ്, നമ്മുടെ കൽബിനെ കുറിച്ചാണ് പറഞ്ഞത്, നമ്മുടെ ഹൃദയത്തെ കുറിച്ചാണ്.